ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ ഊതപ്പെട്ടാൽ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കുമത്രേ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. സർവ്വരും പേടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് വിനയാന്യതരായി, നിസാരരായി, നിന്ദ്യരായി കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കാഹളത്തിന്റെ പ്രഥമ ഊത്തിലൂടെ സംഭവിക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ ആ സംഭവത്തെ കുറിച്ച് വ്യക്തമായി പറയുകയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ ലശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും بسكارى ولكن عذاب الله لشديد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമ ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ കാഹളത്തിന്റെ ഭീകരതയെ അല്ലാഹു വ്യക്തമാക്കി തരുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവ കുലമേ. അല്ലാഹു നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും വിശ്വാസികളെ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവ കുലമേ. കാരണം ഈ ലോകത്തുള്ളതായ സർവർക്കും ആ വിപത്ത് വരുന്നതാണ്. മുസ്ലിമിന് മാത്രമല്ല, അവിശ്വാസികൾക്ക് മാത്രമല്ല, നിരീശ്വരവാദികൾക്ക് മാത്രമല്ല, യുക്തിവാദികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള സർവർക്കും ഇതാ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് പ്രതിഫലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു വിളിക്കുകയാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യ മക്കളെ, മാനവ കുലമേ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ പേടിക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടണേ. ഇന്ന സൽസലത്തസ്സാഅ ലശൈഉൻ അളീം. തീർച്ചയായും സൂറന്ന കാഹളത്തിന്റെ ഊത്തിലൂടെ ഉണ്ടാകുന്ന ലോകാവസാനത്തിന്റെ പ്രകമ്പനമുണ്ടല്ലോ, അതൊരു വലിയ സംഭവമാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ഇന്ന സൽസലത്തസ്സാഅ ലശൈഉൻ അളീം. നമ്മൾ പറയൂലേ, അത് ഭയങ്കര സംഭവമാണ് എന്ന് പറയൂലേ, അതൊരു സംഭവമാണ് എന്ന് പറയും. ആ സംഭവം എന്നുള്ള വാക്കിൽ തന്നെ എല്ലാം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അത് ആ പ്രയോഗം ആര് പറയാം? അല്ലാഹ് പറയാം. നമ്മൾ ചിലപ്പോൾ സംഭവം എന്ന് ചിലപ്പോൾ വിടരുവിടുന്നതായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിക്കൊണ്ടൊന്നില്ല. പക്ഷെ അല്ലാഹു പറയാണ് ലശൈഉൻ അളീം, അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പൊ അല്ലാഹ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതിനൊരു ചെറിയൊരു രംഗം ഇട്ട് ഖുർആൻ പറയാം. യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى ولكن عذاب الله لشديد. നബിയേ, ആ സൂറന്ന കാഹളത്തിന്റെ ഊത്തിന്റെ സമയത്ത് തങ്ങൾക്ക് കാണാൻ സാധിക്കും നബിയേ, ആ ഊത്തിന്റെ ആഘാതത്താൽ ആ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ചെറുതല്ല. തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് തന്റെ മാറിലേക്ക് പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ആ മക്കളെ ഇതാ ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ഒരു മാതാവിന് ചെയ്യാൻ സാധിക്കുമോ? പറ്റുന്ന രംഗമാണ് ചെയ്യുന്ന രംഗം. ഖുർആൻ പറയുകയാ, തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള സമയമാണ് ആ മാതാപിതാക്കൾക്ക്, അവരോടുള്ള സമയമാണ്, കരയുന്ന സമയം. മാതാവ് പിഞ്ചോമന മകനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുല ചുരത്തിക്കൊണ്ടിരിക്കുമ്പോ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് കേട്ട് കഴിഞ്ഞാൽ മക്കളെ ദൂരേക്ക് വലിച്ചെറിയുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ.
وتضع كل ذات حمل حملها. പ്രസവമത്തിയതാകുന്ന സഹോദരിമാര്, ഗർഭിണികളാകുന്ന സഹോദരിമാർ, ആ പ്രസവത്തിന്റെ ഇതാ മൂർധന്യതയെത്തുകയാണ്. സൂറന്ന കാഹളത്തിന്റെ ഊത്തിലൂടെ പ്രസവിച്ചു പോകുമത്രേ. ആ ഊത്തിന്റെ ശക്തി എത്ര മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വതറന്നാസ സുകറാ. നബിയേ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോ തങ്ങൾക്ക് ജനങ്ങളെ കാണാൻ സാധിക്കും നബിയേ. ജനങ്ങൾ കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തരായി നടക്കുന്നത് പോലെ തങ്ങൾക്ക് കാണാൻ നബിയെ. എന്നാൽ നബിയെ അവർ തീർച്ചയായും ആരും തന്നെ കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തരായവരല്ല. വലാകിന്ന അദാബല്ലാഹി ലശദീദ്. അല്ലാഹുവേ, ഇതാണല്ലോ ഉസ്താദുമാർ വാദം പറഞ്ഞിരുന്ന ഖിയാമത്ത് നാളെന്ന് ഓർത്തിട്ട്, അതിന്റെ ഭീകരത ഓർത്തിട്ട്, അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചിട്ട് അവർ ഗാനമില്ലാതോടുകയാണ്. കള്ളു കുടിച്ചവരെ പോലെ തങ്ങൾക്ക് തോന്നും നബിയെ. പക്ഷെ അവരെ കള്ളു കുടിച്ചിട്ടില്ല, ലഹരി നുണഞ്ഞവരല്ല, അവർ മതോന്മത്തരായവരല്ല. മറിച്ച് ചാനല് പോയത് അള്ളാഹുവിന്റെ ശിക്ഷ ഓർത്തിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض. ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും ഔത്തിലൂടെ പേടിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാവരും പേടിക്കും, എല്ലാവരും പേടിക്കും. ഖുർആനാണ് ഈ പറഞ്ഞത്, വിശ്വസിച്ചാലേ പറ്റുള്ളൂ. എന്താണ് സൂറന്ന കാഹളം? തങ്ങളിലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ നബിയുടെ സവിധത്തിലേക്ക് വരുകയാണ്. ഫഖാല മസ്ഊർ യാ റസൂലല്ലാഹ്. നബിയേ സൂറെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സൂറിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരണേ യാ റസൂലല്ലാഹ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാ, ഹുവ ഖർനും മിൻ നൂർ. സഹാബ, അത് പ്രകാശത്താലുള്ള കുഴലാണ്. സഹാബ, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട കുഴലാണ്. സഹാബ, വല്ലദീ നഫ്സി ബിയദിഹി വഅദമു ദായിറത്തിൽ ഖർൻ കഅർദിസ് സമാഇ വൽ അർദ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ പടച്ചിറപ്പിനെ തന്നെയാണ് സത്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സഹാബ, കഅർദിസ് സമാഇ വൽ അർദ്. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ്. വല്ലദീ നഫ്സി ബിയദിഹി വഅലമു ദായിറത്തിൽ ഖർൻ കഅർദിസ് സമാഇ വൽ അർദ്. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലത്തുള്ള സഹോദരാ, പ്രിയപ്പെട്ട ഉമ്മ, ചിന്തിക്കണേ. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ എത്ര പ്രവിശാലമാണ്. അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറന്ന കാഹളമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പിന്നെ എങ്ങനെ കേൾക്കാതിരിക്കും? എല്ലാവരുടെയും കാതിലെത്തും. ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു നിൽക്കണം. ചിന്തിക്കണം. നമുക്ക് നിസ്സാര വിഷയമല്ല. ഇതിന് കഴിഞ്ഞു പോയൊരു കാര്യമല്ല പറയുന്നത്, നടക്കാനിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ പറയുന്നത്. ഖുർആൻ ലോകത്ത് നടക്കാൻ പോവാണ്. ഫൈദാ ജാഅതി സ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫൈദാ
ചെകിടടപ്പിക്കുന്നതായ ശബ്ദം കടന്നു വന്നാൽ ചെകിട അടഞ്ഞു പോയി. ചെകിടടപ്പിക്കുന്ന ഒരു ശബ്ദം വരാനുണ്ട്, ചെവിട് അടിച്ചു പോകും. ഖുർആനാണ് ഈ പറയുന്നത്. അങ്ങനെ വന്നാലോ മനുഷ്യൻ അവന്റെ സ്വന്തം സഹോദരനിൽ നിന്ന് ഓടുന്ന ദിനമാണ്. ജന്മം നൽകിയ പ്രിയപ്പെട്ട വാപ്പാ ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ല, ഓടുകയാണ്. സ്വന്തം സഹോദരനിൽ നിന്ന് ഓടി ഒളിക്കുന്ന ദിനമാണ്, സ്വന്തം ഉപ്പയിൽ നിന്ന് ഓടുന്ന ദിനമാണ്, സ്വന്തം ഉമ്മയിൽ നിന്ന് ഓടുന്ന ദിനമാ. ഒരാളെ പോലും അന്ന് തിരിഞ്ഞു നോക്കുകയില്ല. കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവാകാം, പ്രിയപ്പെട്ട ഭാര്യയാകാം, ഒരാളെ പോലും അന്നത്തെ ദിവസം തിരിഞ്ഞു നോക്കുകയില്ല. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളാ തിരിഞ്ഞു നോക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും അന്ന് കൂട്ടുകാരനാക്കാത്ത ദിവസമാണ്. ദുനിയാവിലെ നിനക്ക് സിനിമ കാണിച്ചു തന്നവനാണ്, തിയേറ്ററിൽ കൊണ്ടുപോയവനാണ്, സിനിമാറ്റിക് ഡാൻസുകൾ പരിചയപ്പെടുത്തിയവനാണ്, റിയാലിറ്റി ഷോയ്ക്ക് കൊണ്ടുപോയവനാണ്, നാടക ട്രൂപ്പുകളിലേക്ക് നിന്നെ ചേർത്തവനാണ്, അശരീരമാക്കപ്പെട്ടതായ കള്ളുകൂടി നിന്നിലേക്ക് ചേർത്ത് വെച്ച് കൊണ്ടുവന്നവനാണ്, പരിചയമായി നിന്റെ ജീവിതത്തെ കെട്ടിപ്പണച്ചവനാണ്. മോശപ്പെട്ടതാകുന്ന ഡ്രൈക്കുകൾ കാണാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൊണ്ടുപോയിട്ടുണ്ട്. സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണയില്ല. നിന്നെ തെമ്മാടിയാക്കിയ മകനാണ്, നിന്നെ തെമ്മാടിയാക്കിയ കൂട്ടുകാരനാണ്, നിന്റെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചവനാണ്. അവന്റെ സ്വന്തം കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോ അത് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് പോലും നിനക്ക് സിഗരറ്റ് വാങ്ങി തന്നവനാണ്, നിന്നെ കണ്ടുകൂടി പരിചയപ്പെടുത്തിയവനാണ്, നിന്നെ വ്യഭിചാരശാലയിലേക്ക് കൊണ്ടുപോയവനാണ്, നിന്നെ കൊണ്ടുപോയി അടിച്ച് പൊളിപ്പിച്ചവനാണ്, നിന്നെ പാർക്കിലും മാളിലും കൊണ്ടുപോയി കറക്കിയവനാ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. അന്ന് ഓരോരുത്തർക്കും അവനവന്റെ കാര്യം മാത്രമാണ് നോക്കുക. ലക്കും ലകാനമില്ലാതെ ഓടുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരാളെ നോക്കൂല, ഭാര്യ വേണ്ട, ഉമ്മയെ വേണ്ട, വാപ്പയെ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, കുടുംബാദികൾ വേണ്ട, അയൽവാസികൾ വേണ്ട. വാപ്പയും ഉമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ഇവൻ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഇവന്റെ മക്കളെ വേണ്ട, ഇവന്റെ കൂട്ടുകാരെ വേണ്ട, ഒരാളെയും വേണ്ട, എല്ലാവരും ഒഴിവാക്കി. അവന്റെ കാര്യം മാത്രം. ഖുർആൻ പറയാണ്, അന്ന് ഓരോരുത്തർക്കും അവന്റെ കാര്യം. അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോകുന്നു, അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നു. 40 വർഷമാണ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യത എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ പഠിക്കണം സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട വിഷയമാണ്. 40 വർഷം 40 സനത്തൻ 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യത. സാരമില്ല. അതുകൊണ്ടല്ലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ തന്നെ അനുയായികളോട് പറഞ്ഞത്, കൈഫാ തുഇമു യാ സഹാബാ വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനാ വഹവാ ജബഹതു വസാസമഹു ഇലൽ അർശ് മതാ യുമറു ബിൻ നഫഖാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ എങ്ങനെയാണ് എനിക്ക് നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക? എനിക്കതിന് സാധിക്കുന്നില്ല സ്വഹാബ. വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാകളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാകളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളേ. എങ്ങനെയാണ് എനിക്ക് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും സാധിക്കുക സ്വഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വഹവാ ജബഹതഹു വസഗാ സമഅഹു ഇലൽ അർശ് മതാ യുമറു ബിൻ നഫഖാ. അല്ലാഹുവിലേക്കുള്ള വിനയം നിമിത്തമായി നെറ്റിത്തടത്തെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്.
തന്റെ വായിൽ സൂറന്ന കാഹളത്തെ ഘടിപ്പിച്ചുകൊണ്ട് പടച്ചിറപ്പിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് കർമ്മവിടത്തെ സാഹൂതം പടച്ചിറപ്പിലേക്ക് ശ്രദ്ധ തിരുത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളപ്പോ എങ്ങനെയാണ് എനിക്ക് ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ സാധിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം മുന്നിൽ കാണുന്നവർക്ക് എങ്ങനെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ പറ്റും? അതാണ് പ്രവാചകൻ പറഞ്ഞതിന്റെ ആകത്തുകഥ. നമ്മളിപ്പോൾ ഈ വാല് പറയുന്ന സമയത്തും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. റബ്ബിന്റെ ആജ്ഞ വന്നാൽ മതി, ഊതാൻ പറഞ്ഞാൽ മതി, സെക്കൻഡ് ഊതൽ. അന്ന് ഈ ലോകത്തുണ്ടാകുന്നത് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമു സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് പറയുമ്പോ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ റാത്തീബിൽ കൊണ്ടുവന്ന ദിക്ർ ശ്രദ്ധേയമാണ്, ശ്രദ്ധേയമാണ്. മുഹയ്യിദ്ദീൻ റാത്തീബ് ചൊല്ലുന്നവരല്ലയോ നമ്മൾ. ആ റാത്തീബിന്റെ അവസാനമായി ശൈഖ് അവറുകൾ കൊണ്ടുവന്ന ദിക്ർ ഏതാണ്? ദിക്ർ ഏതാ? അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹ് എന്ന കലിമത്തിലാണ്, കലിമത്തിനാ. ലാ തഖൂമു സ്സാഅ അലാ അഹദി യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഈ ലോകത്ത് പറയുമ്പോ ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിന് ഉസ്താദ് അപ്പൊ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരെ? ഒന്നും നടക്കൂല. അവസാന കാലഘട്ടം എത്തുമ്പോ അതിനുള്ള ആളുകളില്ല. മുഅ്മിനീങ്ങളെയൊക്കെ നല്ല ഒരു കാറ്റ്, ശുദ്ധമായ വായു അല്ലാഹു പറഞ്ഞുവിടും. നല്ല ഒരു കാറ്റ്. ആ കാറ്റ് വന്ന് തലോടുന്നതോടെ വിശ്വാസങ്ങളൊക്കെ മരിച്ചു വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരണമാണ് വിഷയം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് കൊണ്ടുവരുന്നത് ലോകർക്ക് മുഴുവനും മരണമുണ്ട് എന്ന തത്വത്തിലേക്കാണ്. മരിക്കാതെ ഒരാളുമില്ല, എല്ലാവരും മരണത്തിന്റെ ഇരയാണ്. അതാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലം കാത്തിരിക്കും ലോകം. അതുവരെ ജനങ്ങൾ ഇങ്ങനെ ഓടുകയാണ്, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, രംഗം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏറ്റവും മോശപ്പെട്ടതിന് വിഭാഗമാണ് അന്നുണ്ടാകുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമു സ്സാഅ ഹത്താ തൂജദ അൽമർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഹത്താ തൂജദ അൽമർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. പരസ്യമായ രതിക്രീഡകൾ അധികരിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരസ്യമായ ജനങ്ങളിലേക്ക് ഇതാ വ്യഭിചാരം കടന്നു വരുകയാണ്. ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ആളുകൾ ചുംബനം കൊടുക്കുവാനും ആളുകൾ ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം ചുംബിക്കുവാനും പരസ്പരം വീഴ്ച നടത്തുവാനും തുനിയുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാകട്ടെ, ആ പൊതുവാഹനത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതായ നേരെ കാഴ്ചയല്ലയോ? പരസ്പരം കമിതാക്കളിൽ നിന്നുകൊണ്ട് ചുംബിക്കുകയാണ്, ചുംബിക്കുകയാണ്. പാർക്കിലേക്ക് പോയാലും ഗതിയിൽ തന്നെയാണ്, മാളിലേക്ക് പോയാലും ഗതിയിൽ തന്നെയാണ്. ഒരു മടിയില്ലാതെ രഹസ്യമായിട്ടല്ല, പരസ്യമായി ചുംബനമാണ്, ചുംബനമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പറഞ്ഞ പദമാണ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. അതിനെ എതിർക്കാൻ ഒരാളുമില്ല, അതിനെ എതിർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വലാ യുഗയ്യിറുഹു, അതിനെ മാറ്റം വരുത്തൂല്ല.
അതൊക്കെ നടന്നോട്ടെ മൂല്യാരെന്തിനാ നിൽക്കെന്താ കുഴപ്പം? അതൊക്കെ നടക്കട്ടെ എന്ന് വാത് പറയുന്ന മൂല്യാരോട് പറയുന്ന ഒരു കാലഘട്ടം. ശരിയാ, നിങ്ങൾക്കെന്താ കുഴപ്പം? അവിടെ അങ്ങനെ നടക്കുന്നതിന് എന്താ കുഴപ്പം? മാളിലോട്ട് പലരും പോകുന്നുണ്ട്, അവിടെ അങ്ങനെ ചുംബിക്കുന്നു, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അതല്ലേ അല്ലേ? കാരണം എന്താ, ഇവനൊക്കെ നല്ലതായിരുന്നു. ഇവനെന്തെങ്കിലും വിളിച്ചിരുന്നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം എടുക്കും. ബസ്സിലാരെങ്കിലും ചുംബിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു എടുക്കുക. പിന്നെ 10 ദിവസം കുളിമുറിക്ക് പോയിരിക്കാനുള്ളേ റാഹത്തെ അവനതാ നീയത്ത്. അങ്ങനെയുള്ളവർക്ക് വിഷയമില്ല. ഈമാനുള്ളവർക്ക് പ്രശ്നമാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. ഒളിച്ചിരുന്നിട്ട് ഇതാ പരിപാടി, പ്രതികരിക്കൂല. ഇപ്പം അതാ പരിപാടി. ബസ്സിലേക്ക് അപ്പുറത്തൊരു പെണ്ണുന്നില്ല, അതൊക്കെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഹലോ സുലൈമാനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോണെ വിളിച്ചോണ്ടിരിക്കുക. സംഭവം എന്താ? സംഭവം ലൈവ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. നേരെ റെക്കോർഡ് ചെയ്യും, മൊത്തം കണ്ടുകൊണ്ട് എല്ലാം ചെയ്തിട്ട് പിന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ അത്ര പാടുപെട്ടെല്ലാം റിസ്ക് ചെയ്തിട്ടെല്ലാം എടുത്തിട്ട് പിന്നെ 10 ദിവസം കുളിമുറി പോയിരുന്നില്ല. കൊള്ളാമല്ലോ. ചെരിഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം കറക്റ്റായിട്ടിരിക്കണം. 10 പ്രാവശ്യം ചെയ്യുമ്പോൾ അവനൊക്കെ പഠിച്ച് ഇത് എതിർക്കൂല, എതിർക്കാൻ അവനെ കൊണ്ട് കഴിയൂല. ഇതൊക്കെ നടന്നോണ്ട് ശരിയായി, എന്താ കുഴപ്പമൊന്നും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി ലോകം? ഇതൊക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ലോകം നശിക്കുക. ഒന്നാമത്തെ ഊത്ത് അള്ളാഹു നൽകുക, രണ്ടാമത്തെ ഊത്ത് അള്ളാഹു നൽകാണ്. ലോകം മുഴുവനും പേടിച്ചുകൊണ്ട് 40 കൊല്ലത്തോളം നിലകൊള്ളുമ്പോഴാണ് രണ്ടാമത്തെ ഊത്ത് കടന്നു വരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഊത്ത് അള്ളാഹു നൽകും. അതാണ് നമ്മുടെ വിഷയം, നമ്മുടെ വിഷയത. രണ്ടാമത്തെ ഊത്ത് ഏതാണ്? നഫ്ഖത്തു സഅഖാണ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. ലോകം മുഴുവനും ഇല്ലാതാക്കാൻ പോവാണ്. ഒന്നാമത്തെ ഊത്തിനോടൊന്ന് പേടിപ്പിച്ച് നിർത്തി, എല്ലാവരും ഒന്ന് വിറപ്പിച്ച് നിർത്തി. കുറച്ച് ദിവസമൊന്നുമല്ല, 40 ദിവസം, 40 വർഷം. ആ 40 വർഷത്തിന്റെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എന്ത്? മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ മക്കളെ വരാൻ മറന്നുപോകും. ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടുക, അങ്ങോട്ട് ലക്കില്ല കാനുണ്ട് നടക്കുക. ഒരു പക്ഷേ ഈ ദുനിയാവിൽ 30 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ 40 കൊല്ലത്തോളം ടൈം എടുക്കും. ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിനിടയിൽ പേടിച്ച് വില കൊള്ളും. അള്ളാഹു നമ്മുടെ മോശപ്പെട്ട സമൂഹത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, രണ്ടാമത്തെ ഊത്തിലാണ് അല്ലാഹു പറയുകയാണ്. സൂറത്തു സുമറിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വനഫിഖ ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ഊത്തിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പറയുകയാണ്. സൂറന്ന കാഹളത്തിൽ വീണ്ടും ഊതപ്പെട്ട് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഊത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ, ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും മരിക്കുകയാണ്. എല്ലാവരെയും അല്ലാഹു മരിപ്പിക്കുകയാണ്. ആദ്യത്തെ ഊത്തിലൂടെ സർവ്വജനങ്ങളും പേടിച്ചുകൊണ്ട് നിലകൊണ്ടതാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ഇതാ സർവരും മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. إلا ما شاء الله إلا ما شاء الله. അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ, അല്ലാഹു ഉദ്ദേശിച്ച ചില മലായികത്തുകൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒന്നാമത്തെ ഊത്തിലൂടെ തന്നെ, അഥവാ രണ്ടാമത്തെ ഊത്തിൻ്റെതായ ആഘാതത്തിൽ തന്നെ മരണപ്പെട്ടു പോകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ആ ഊത്തിലൂടെ തന്നെ സർവരും മരിക്കും, അല്ലാഹു ഉദ്ദേശിച്ച ചില മലക്കുകൾ ഒഴികെ. അതെന്താ? അവർ മരണത്തെ തേടൂലേ? അവർ മരിക്കൂലേ? അവരും മരിക്കും. പക്ഷെ അവർ ഈ ഊത്തിലൂടെയല്ല, അവരെ അല്ലാഹു ഘട്ടം ഘട്ടമാക്കിയിട്ടാണ് മരിപ്പിക്കും. ഒന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ഉറക്കെ പറയും ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തത് മഹാനായ മീകാഈൽ, മൂന്നാമത്തത് മഹാനായ ഇസ്രാഫീൽ, നാലാമത്തത് മഹാനായ അസ്റായീൽ. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ആ ഊത്തിലൂടെ മരിക്കും. വേറൊരു റിവായത്തിൽ കാണുന്നു ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. മറ്റൊരു റിവായത്തിൽ കാണുന്നു അള്ളാഹുവിൻ്റെ അർശിനെ വലയം ചെയ്യുന്ന മലായികത്തുകൾ ഒഴികെ. എന്നാലും കൂടുതൽ പണ്ഡിതന്മാർ എടുത്തു ധരിച്ചിട്ടുള്ളത് ഈ 4 മലക്കുകളാണ്. ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകാഈൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഊത്തിലൂടെ മരിക്കുകയാണ്. എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും, ഒരാളുമില്ല. ചിന്തിച്ച് നോക്ക്, അള്ളാഹു കൊണ്ട് ഈ 4 മലക്കുകളുണ്ട്, ബാക്കി ആരുമില്ല. മുഅ്മിനീങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞതാണ്, നല്ലൊരു കാറ്റ് പറഞ്ഞയച്ചിട്ട് മുഅ്മിനീങ്ങൾ ആ കാറ്റ് വരുന്നതോടുകൂടി, ചുഴലിക്കാറ്റൊന്നും അല്ല, ഓക്കി ചുഴലിക്കാറ്റ്, നല്ലൊരു ശുദ്ധമായ കാറ്റ്, ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മുഅ്മിനീങ്ങളൊക്കെ മരിക്കും. പിന്നുണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അവരുടെ ഓരോ നമ്മൾ പറഞ്ഞു, അവരുടെ മേലാണ് ഒന്നാമത്തെ ഊത്ത് വരിക. പേടിച്ച് നിലകൊള്ളും 40 കൊല്ലത്തോളം. രണ്ടാമത്തെ ഊത്ത് വരുന്നു, എല്ലാവരും മരിക്കുന്നു. അള്ളാഹു ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മരിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ, മീകായിലേ, നീ മരിക്കൽ അനിവാര്യമാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോ ഫയമൂതു മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്ത് വിളിക്കുകയാണ്. ജിബ്രീലിനോട് പറയുകയാണ്, മുത്തിയാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ, നീ മരിക്കണേ. ഫയമൂതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ, മുത്തയാ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലേ, നീയും മരിക്കണേ. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. അവരെങ്ങനെ ഘട്ടം ഘട്ടമാക്കിയിട്ടാണ് അല്ലാഹു മരിപ്പിക്കുന്നത്, മൂത്തിലൂടെ മരിപ്പിക്കൂല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ ഊത്തൊക്കെ ഊതുന്നത്. ഊതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴാൻ അദ്ദേഹം ഊത്ത് പകുതിക്കിട്ട് നിർത്തേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തെ ഘട്ടം ഘട്ടമായിട്ട് മരിക്കാം. അതിൽ പല സിക്കറ്റുകളും അസറാറുകളും ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഘട്ടം ഘട്ടമായി മരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അദ്ദേഹത്തോട് പറയുന്നു, നീ ഇപ്പോൾ മരിക്കണം. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. അല്ലാഹു അടുത്ത ഊത്തുന്നുണ്ട്, ഊതാൻ വേണ്ടി നിന്നെ ഞാൻ പിന്നെ പുനർജീവിപ്പിക്കും. നിന്നെയാണ് ആദ്യമായി പുനർജീവിപ്പിക്കുന്നത്. നിന്നോട് ഊതാൻ വേണ്ടി പറയും, അപ്പോൾ നീ ഊതും. അപ്പോൾ ആദ്യമായി ഖബറിൽ എഴുന്നേൽക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ്. ആദ്യമായി ഈ സുവർണ്ണ കാഹളത്തിന്റെ മൂന്നാമത്തെ ഊത്ത്, നഫ്ഖത്തുൽ ബഅദ്, മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോഴത്തേക്കും ഖബറിൽ എഴുന്നേൽക്കുന്നത് ആദ്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനടുക്കിലേക്ക് ചെല്ലുമ്പോൾ സഹാബത്ത് വലിയ ചർച്ചയാണ്. സഹാബത്ത് ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല, അവർ മൂസാ നബിയെ കുറിച്ച് ഇങ്ങനെ വാരോളം പോയിട്ടാണ്. മൂസാ നബിക്ക് നല്ല വടിയുണ്ട്, ആ വടി നിലത്തിട്ടാൽ പാമ്പായി മാറും, ആ പാമ്പിന്റെ വാലിൽ പിടിച്ചാൽ തിരിച്ച് വടിയായി മാറും. അദ്ദേഹം തന്റെ സമുദായത്തെയും കൊണ്ട് പരിശുദ്ധമായ പവിത്രമായ ദീനിന്റെ പാത തെളിച്ച വ്യക്തിയാണ്. ധാരാളം മുഅ്ജിസത്തുകൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വലിയ വ്യക്തിത്വമാണ്, വലിയ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് മദ്ഹ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് കടന്നു ചെന്നു. മദ്ഹ് ചൊല്ലൽ പുണ്യമാണല്ലോ, പവിത്രമാണല്ലോ. നമ്മളിപ്പോൾ മഹദിയാവുന്ന, നമ്മളിന്ന് മരണപ്പെട്ടു പോയ ജാറത്തിൽ കിടക്കുന്ന മഹദിവരുടെ പേര് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റൂസ് കഴിക്കുമ്പോൾ അള്ളാഹുയുടെ ദറജ ഉയർത്തട്ടെ. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ്? അവരുടെയൊക്കെ മദ്ഹും അവരുടെയൊക്കെ പൊരുത്തവും നമുക്ക് കിട്ടണമെന്നുള്ള താല്പര്യമാണ്. അള്ളാഹുരുടെ മദ്ഹ് പാടിയവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മദ്ഹീങ്ങളിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ചെന്നു. സ്വഹാബത്ത് ഉടനെ തന്നെ തരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതഅരിഫൂനി മൻ അന, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നബി തങ്ങൾ ചോദിച്ചു, അതഅരിഫൂനി മൻ അന, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ മൂസാ നബിയെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും വാചാലരാകുന്നുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് അറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയുകയാണ്, അന അവ്വലു മൻ യൻശഖുൽ അർളു, അന അവ്വലു മൻ യുഖളാ മിനൽ ഉമമി, അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, അന അവ്വലു മൻ യഹ്ലിഖു ബാബൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞുകൊണ്ടിരുന്ന അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ആരാണെന്നറിയുമോ? അന അവ്വലു മൻ യൻശഖുൽ അർളു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായ ഖബറിൽ നിന്ന് പുറപ്പെടുന്നത് ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അന അവ്വലു മൻ യുഖളാ മിൻ ഉമ്മതി, എന്റെ സമുദായത്തിൽ തന്നെ ആദ്യമായി വിചാരണ കഴിയുന്നത് എന്റേതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വഫീ റിവായത്തിൻ അന അവ്വലു മൻ യുഖളാ മിനൽ ഉമമി, ആദ്യമായിട്ട് എന്റെ സമുദായത്തിന്റെയാണ് വിചാരണ കഴിഞ്ഞു കിടക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അന അവ്വലു മൻ യുഹ്ലിഖു ബാബൽ ജന്ന, സ്വർഗ്ഗത്തിലെ വട്ടക്കണ്ണി ആദ്യമായി പിടിക്കുന്നത് ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിനുള്ളിലേക്ക്
ആദ്യമായി പ്രവേശിക്കുന്നത് ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വലിയ ഹൗദ്, എനിക്കൊരു ഹൗദുൽ കൗസർ ഉണ്ട്. വലഹു ബിസാബാനി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ആ ഹൗദിൽ നിന്ന് 2 അരുവികളുണ്ട്. അഹ്ലാ മിനൽ അസലി വഅബിയദു മിനൽ വരിഖി, തേനിനേക്കാൾ മധുരമാണ് സാബ, തേനിനേക്കാൾ മധുരമാണ് സാബ. വെള്ളിയേക്കാൾ വെണ്മയാണ്, വെള്ളിയേക്കാൾ പ്രഭയാണ് അതിനുള്ളെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ ശരിബ മിൻഹാ ലം യദ്മഅ ബഅദഹാ അബദാ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആരെങ്കിലും അല്പം ഒന്ന് കുടിച്ചാൽ, ഒരു കവിൾത്തടം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവന് ദാഹമുണ്ടാവൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിൽ നിന്ന് പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പവിത്രമായ ശഅബാനിന്റെ രാവിൽ നിന്റെ ദർബാറിലേക്ക് മഹദിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുകയാണ് അല്ലാഹ്. ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തേനിനേക്കാൾ മധുരമുള്ള, വെള്ളിയേക്കാൾ പ്രഭയുള്ള പവിത്രമായ ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തനബിയുടെ കൈകൊണ്ട് കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോൾ ഖബറിൽ നിന്ന് ആദ്യമായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 3ാമത്തെ ഊത്ത് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് വരിക ലോകൈക ഗുരുവേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇപ്പോൾ ഇസ്രാഫീലിനോട് അല്ലാഹു പറയുകയാണ്, മുത്തയായ ഇസ്രാഫീൽ, 2ാമത്തെ ഊത്ത് കേടുന്ന ഇസ്രാഫീലേ, അടുത്ത ഊത്തിന് വേണ്ടി നിനക്ക് ഞാൻ പുനർജീവനം നൽകുന്നതാണ്. ഇപ്പോൾ നീ മരിക്കണേ മരിക്കണേ. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം മരിക്കുകയാണ്, മരണത്തിന്റെ രുചി അറിയുകയാണ്. ആരാണ് മരിക്കാത്തത് സഹോദര? എത്രയെത്ര ഏകാധിപകൾ മരണപ്പെട്ടു പോയി, എത്രയെത്ര സ്വേച്ഛാധിപതികൾ മരണപ്പെട്ടു പോയി. ലോകമടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ മരണപ്പെട്ടു പോയില്ലയോ, മരണപ്പെട്ടു പോയില്ലയോ? അവസാനമായി ബാക്കിയാകുന്നത് അസ്രായീൽ മാത്രമാണ്. അല്ലാഹുവുമുണ്ട്, അസ്രായീലുമുണ്ട്. അസ്രായീലിനെ അടുത്തേക്ക് അല്ലാഹു വിളിക്കുകയാണ്. ഫയഖൂൽ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടികളുടെയും ആത്മാക്കളെ പിടിച്ച ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, മനിൽ ബാഖി യാ അസ്രായീൽ, ആരാണ് ബാക്കിയുള്ളത് അസ്രായീലേ? ഇനി ആരാണ് ബാക്കിയുള്ളത് അസ്രായീലേ? ഫയഖൂൽ അസ്രായീൽ, അസ്രായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. കാരണം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും കാര്യം മനസ്സിലായി. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വസൃഷ്ടിജാലങ്ങളുടെ ആത്മാക്കളെ അല്ലാഹു ഇതാ കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ സതീർത്ഥരായ ജിബ്രീൽ പോയില്ലയോ, മീകായിൽ പോയില്ലയോ, ഇസ്രാഫീൽ പോയില്ലയോ? ഞാൻ പ്രവാചകരുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് അനുവാദം പോലും വാങ്ങിച്ച ലോകത്തിന്റെ ഗുരുവേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും യാത്ര തിരിച്ചില്ലയോ, വഫാത്തായില്ലയോ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശാശ്വതത്വം കിട്ടിയവനാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച അസ്രായീൽ പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, ഈ അടിമ മാത്രമാണ് അല്ലാഹ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്രായീൽ, അസ്രായീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഒരാൾ പോലും ശാശ്വതത്വമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങളെ. കോടാന് 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 കോടി ജനങ്ങളെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബ്, ആകാശത്ത് പിന്നെ തിളങ്ങുന്ന താരകങ്ങളെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, സൂര്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, ചന്ദ്രനെ പടച്ചതാകുന്ന അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സർവ്വ താരകങ്ങളെയും സർവ്വ ഗാലക്സികളെയും സർവ്വ വസ്തുക്കളെയും ഉന്മൂലനം ചെയ്യുന്ന രംഗമാണ്, രംഗമാണ്. എല്ലാം തകർത്തെറിയുകയാണ്, തകർത്തെറിയുകയാണ്. അവസാനമായി ബാക്കിയാകുന്ന മലക്കാകുന്ന അസ്രായീലിന് പോലും, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്ന അസ്രായീലിന് പോലും രക്ഷയില്ല, രക്ഷയില്ല. വല്ലത്തുള്ള പെരുമാവരുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുങ്ങല്ലൂർ നീ സദസ്സിലേക്ക് വന്ന വിഷ്ണു എന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതായ പ്രിയപ്പെട്ട സുഹൃത്തടക്കം, പ്രിയപ്പെട്ട റഫീഖ് എന്ന സഹോദരടക്കം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കേൾക്കണേ.
മരിക്കാത്തവരായി ഒരാളുമില്ല. ഈ ലോകത്ത് യാത്ര പറയേണ്ടതാണ്, നമ്മൾ യാത്ര തിരിക്കേണ്ടവരാണ്. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. അവസാനമായി ബാക്കിയാകുന്ന അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോലും അല്ലാഹു കണിശമായി പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്രായീൽ. അസ്രായീലേ, നീ മരിക്കൽ അനിവാര്യമാണ്. ഫയദ്ഹബു ഇലാ മൗദിൻ ബൈനൽ ജന്നതി വന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്രായീൽ ചെല്ലുമത്രേ. ഫയൻസിഉ മിൻഹു റൂഹഹു. സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഒരുപക്ഷേ കാത് മുളച്ചത് മുതൽ ഇന്ന് വരെ നിങ്ങൾ കേൾക്കാത്ത ചരിത്രമായിരിക്കാം. ലോകത്തുള്ള പലരുടെയും ആത്മാവിനെ അസ്രായീൽ വേർപെടുത്തിയിട്ടുള്ളത് കേട്ടിട്ടുള്ള മുസ്ലിമത്തെ, ഈ ലോകത്ത് നിന്ന് അസ്രായീലിന്റെ യാത്രയാണ്, അസ്രായീലിന്റെ അന്ത്യയാത്രയാണ്, അസ്രായീലിന്റെ വിരാമയാത്രയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള പ്രവിശ്യയിലേക്ക് ചെല്ലുകയാണ്. ഫയൻസിഉ മിൻഹു റൂഹഹു. അല്ലാഹ് സ്വന്തമായി ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്, സ്വന്തമായി വേർപെടുത്തുകയാ. അപ്പോഴാണ് മരണത്തിന്റെ വേദന ഇത്രത്തോളം ഉണ്ടെന്ന് അസ്രായീൽ തിരിച്ചറിയുന്നത്. മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കുന്ന അസ്രായീൽ മരണവേദനയിൽ കിടന്ന് പിടയുകയാണ്. അസ്രായീൽ അട്ടഹസിക്കുമത്രേ. വല്ലാത്ത ശബ്ദ കോലാഹലത്തോടു കൂടിയാണ് അസ്രായീലിന്റെ വിട പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി അസ്രായീൽ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖ് യാ അല്ലാഹ്. മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഞാൻ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അസ്രായീൽ വിട പറയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ കുടുംബവുമായി തെറ്റി നിൽക്കുന്ന മുസ്ലിമേ, അടിയുടേതാകുന്ന സ്ഥലത്തിന്റെ പേരിൽ, വഴിയുടെ പേരിൽ പിടക്കം വെക്കുന്ന സമൂഹമേ, പാടില്ല. മരിക്കണ്ടയോ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. നിന്റെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് എടുത്തു വെക്കപ്പെടുമ്പോ നിന്റെ അമലുകളെ സ്വീകരിക്കപ്പെടാതിരിക്കുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തവഖഫൂ ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീൻ. മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോ, ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെത്തുമ്പോൾ തന്നെ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, തവഖഫൂ, അമലുകളെ പിടിച്ചു വെക്കണേ, അമലിനെ കടത്തിവിടല്ലേ. ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീൻ. അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ മാന്യമായി വർത്തിച്ചിട്ടല്ലാതെ, പിണക്കം മാറ്റിയിട്ടല്ലാതെ, കുടുംബപിണക്കം മാറ്റിയിട്ടല്ലാതെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധം പൂർവോപരി ഭംഗിയാക്കിയിട്ടല്ലാതെ അവന്റെ അമലുകളെ മുകളിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് മലക്ക് വിളിച്ചു പറഞ്ഞിട്ട് അമല് താഴെ കയക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.